കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിലെ സംഘർഷത്തിൽ 24 UDSF പ്രവർത്തകർക്കെതിരെയാണ് വധശ്രമ കുറ്റം ചുമത്തി കേസെടുത്തത്. SFI നേതാവിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത FIR-ൽ ഒന്നാം പ്രതിയെ ചേർത്തിരിക്കുന്നത് KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ പാളാടിനെ. എന്നാൽ സംഘർഷ സമയം ഹരികൃഷ്ണൻ സർവകലാശാലയിൽ പോയിട്ട് കണ്ണൂർ നഗരത്തിൽ പോലും ഉണ്ടായിരുന്നില്ലെന്നാണ് KSU വാദം. കണ്ണൂരിൽ നിന്നും 43 കിലോമീറ്റർ അകലെ കോളയാട് കല്യാണ വീട്ടിലായിരുന്ന ഹരികൃഷ്ണന്റെ ചിത്രവും KSU പുറത്തുവിട്ടു. ആ ഒരു സമയത്ത് ഞാൻ അവിടെ ഇല്ല എന്ന കാര്യം കൃത്യമായിട്ട് ഈ പരാതിപ്പെടുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ എന്റെ പേരിൽ ഗുരുതരമായിട്ടുള്ള വകുപ്പ് ചുമത്തി കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കും അറിയുന്ന കാര്യമാണ്. ഒന്നാം പ്രതിയായ ഹരികൃഷ്ണൻ സംഭവ സമയം യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെന്ന് തെളിയിച്ചാൽ പോലീസിന് 1 ലക്ഷം രൂപ നൽകാമെന്നാണ് KSUവിന്റെ വെല്ലുവിളി. സംഘർഷം നടക്കുന്നത് ഏകദേശം 1 മണിക്കാണ്. പക്ഷേ ഹരികൃഷ്ണൻ ആ യൂണിവേഴ്സിറ്റിന്റെ അകത്തേക്ക് വന്നത് 4 മണിക്കാണ് കടന്നു വന്നത്. പക്ഷേ എന്ത് അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തു പോയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞങ്ങളാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചുള്ളത്. KSU MSF നേതാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസ് പക്ഷേ SFI നേതാക്കൾക്കെതിരെ ചുമത്തിയത് നിസ്സാര വകുപ്പുകളെന്നും ആക്ഷേപമുണ്ട്. ഇപ്പോൾ കേസിന് കൊണ്ടുവന്നിട്ടുള്ളത് MSFകാർക്ക് വേണ്ടി മാത്രമാണ്. SFIക്കാർക്ക് വേണ്ടി പോലീസുകാർ വിടുപണിയുകയാണ്. കള്ളക്കേസ് ചുമത്തുകയും SFIക്കാർക്കെതിരെ കേസെടുക്കാൻ പോലീസുകാർ വിമുഖത കാണിക്കുകയാണ്. MSFകാർക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ലാത്തിച്ചാർജിൽ തലയ്ക്ക് പരിക്കേറ്റ SFI പ്രവർത്തകരുടെ പരാതി UDSF പ്രവർത്തകർക്കെതിരെ കേസെടുക്കാനുള്ള ആയുധമാക്കി പോലീസ് മാറ്റിയെന്നും സഖ്യം ആരോപിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.